നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കീമിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ സർക്കാർ അപ്പീൽ തള്ളി. മാർക്ക് ഏകീകരിച്ചത് സ്റ്റേറ്റ് സിലബസും CBSE സിലബസും തമ്മിലുള്ള വിവേചനം ഇല്ലാതാക്കാനെന്ന സർക്കാർ വാദം അംഗീകരിച്ചില്ല. അപ്പീലുമായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ. ഇന്ദിരയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനതയിലേക്ക് നയിച്ചുവെന്ന ലേഖനം. സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയോടെയെന്നും വിമർശനം. തരൂരിന്റെ മുഖ്യമന്ത്രി സാധ്യതാ സർവേ തള്ളി VD സതീശനും ചെന്നിത്തലയും. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്ന് കെ മുരളീധരൻ. തടിയന്റെ വിട നസീറിനെ ജയിലിൽ സഹായിച്ച കേസിൽ ചോദ്യം ചെയ്യൽ തുടർന്ന് NIA. ജയിലിൽ ഇരുന്ന ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതിലും പ്രതികളിൽ നിന്നും വിവരം തേടും. നസീറിന്റെ മൊബൈൽ ഫോണുകളിൽ കണ്ടെത്തിയ ഓഡിയോ സന്ദേശത്തിലും അന്വേഷണം. സംഘർഷമടങ്ങാതെ തലസ്ഥാനം. രാജ്ഭവനിലേക്കും കേരള സർവകലാശാല ആസ്ഥാനത്തേക്കും ഇടത് സംഘടനാ മാർച്ച്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി SFI പ്രവർത്തകർ. VC-യുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ സർവകലാശാലയിൽ. തടയണമെന്ന VC-യുടെ നിർദ്ദേശം വകവയ്ക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് രജിസ്ട്രാർ. മലപ്പുറത്ത് വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിന് CPIM. നീക്കം നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ. തോറ്റാലും ജയിച്ചാലും പാർട്ടി സ്ഥാനാർത്ഥി മതിയെന്ന് പ്രവർത്തകർ. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൽ ആവേശ പോരാട്ടം. ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. 2 വിക്കറ്റ് നഷ്ടം. ഇരു ടീമിനും ജയം അനിവാര്യം. കീം റാങ്ക് പട്ടികയിൽ സർക്കാരിന് വലിയ തിരിച്ചടി. കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റെന്നും വിദഗ്ധ സമിതി മാർക്ക് ഏകീകരണത്തിന് ശുപാർശ ചെയ്തിരുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമോ, പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുമോ എന്നതാണ് ഇനി നിർണായകം. എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയുടെ റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതോടെ പ്രവേശന നടപടികൾ അനിശ്ചിതത്വത്തിലായി. പ്രോസ്പെക്ടസ് പുറത്തിറക്കി എൻട്രൻസ് പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധപ്പെടുത്തിയ ശേഷം വെയിറ്റേജിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസും CBSEയും തമ്മിലുള്ള വിവേചനം ഇല്ലാതാക്കാനാണ് പുതിയ മാർക്ക് ഏകീകരണമെന്ന് സർക്കാർ വാദിച്ചു. വിദഗ്ധ സമിതി പഠിച്ച ശേഷമാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നും കോടതിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി മാർക്ക് ഏകീകരണത്തിന് ശുപാർശ ചെയ്തിരുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 2011 മുതലുള്ള മാനദണ്ഡമനുസരിച്ച് വെയിറ്റേജ് കണക്കാക്കി ഫലം പുനഃപ്രസിദ്ധീകരിക്കാനാണ് കോടതി വിധി. സർക്കാരിന് മുന്നിൽ ഇനി 2 വഴികളാണുള്ളത്. ഒന്ന്, സുപ്രീം കോടതിയെ സമീപിക്കാം. 2 കോടതികൾ റദ്ദാക്കിയ പട്ടിക സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ സാധ്യത കുറവെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്തെ സാധ്യത പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. പഴയ മാർക്ക് സമവാക്യമനുസരിച്ച് പുതിയ പട്ടിക തയ്യാറാക്കണം. ഇത് സോഫ്റ്റ്വെയറിലൂടെ ആയതിനാൽ ഇത് പ്രസിദ്ധീകരിക്കാൻ കാലതാമസമുണ്ടാകില്ല. പ്രവേശന നടപടികൾ വൈകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച തരൂർ ദേശീയ ദിനപത്രങ്ങളിൽ ലേഖനം എഴുതി. ഇന്ദിരയുടെ കാർക്കശ്യം ഇന്ത്യയെ ഭയാനകതയിലേക്ക് നയിച്ചു. തടങ്കലിൽ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് നടന്നു. സഞ്ജയ് ഗാന്ധിയെയും ലേഖനം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. തരൂരിന്റെ ലേഖനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള സർവേക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് കോൺഗ്രസ്. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രം BJP അജണ്ടയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് നിലപാട്. 2026 UDFന് വൻ സാധ്യത പറയുന്ന സർവേയാണെങ്കിലും സർവേ ഏറ്റെടുക്കാതെ കരുതലോടെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലേഖനവുമായി ശശി തരൂർ വീണ്ടും രംഗത്തു വന്നതും ചർച്ചയാണ്.
2026 കേരളം ആര് പിടിക്കും? പലവിധ സാധ്യതകളും പങ്കുവയ്ക്കുന്ന സർവേകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്നാൽ വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ ചർച്ചയായത് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി എന്നതിലാണ്. UDF വൻ സാധ്യത പറയുന്ന സർവേ ആണെങ്കിലും കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ല. പകരം BJP അജണ്ടയാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. തരൂരിനെ ഉയർത്തിക്കാട്ടി പാർട്ടിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. UDF കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. കോൺഗ്രസിൽ തരൂരിന്റെ ഭാവി പോലും പരുങ്ങല്ലായിരിക്കുമ്പോഴാണ് തരൂരിന് മുഖ്യമന്ത്രി സാധ്യത നൽകുന്ന സർവേ ഫലം എന്നതാണ് ശ്രദ്ധേയം. തന്റെ എക്സ് അക്കൗണ്ടിൽ തരൂർ ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്തതോടെ സർവേക്ക് പിന്നിലെ ഗൂഢാലോചന കോൺഗ്രസ് ഉറപ്പിച്ചു. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രത്തെ കരുതലോടെ നേരിടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. UDF ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അടുത്തിടെ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും. താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായിട്ടാണ് തരൂർ മുന്നോട്ടു പോകുന്നത്. പാർട്ടിക്ക് പുറത്തുപോയി എടുക്കുന്ന നിലപാടിനേക്കാൾ തന്നെ ചർച്ചയാക്കുന്നത് ഈ തന്ത്രം തന്നെയാണെന്ന് വിലയിരുത്തലാണ് ശശി തരൂരിന്റെ നീക്കവും. ചുരുക്കത്തിൽ തരൂർ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ദേശീയ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഇതിനിടയിലാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിലും ദേശീയ തലത്തിലുമുള്ള ചില പത്രങ്ങളിൽ തരൂർ ലേഖനം എഴുതിയത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കറ്റ് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ്. ഇന്ദിരയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ BJPക്കുള്ള വാഴ്ത്തുപാട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറത്ത് സ്വതന്ത്ര പരീക്ഷണം തുടരാൻ CPIM. ഇത്തവണ പൊന്നാനിയിൽ മാത്രമാകും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക. അതേസമയം മങ്കടയും പെരിന്തൽമണ്ണയിലും പാർട്ടി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം താഴെത്തട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. നിലമ്പൂർ, തവനൂർ, താനൂർ, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, ഏറനാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു CPM മത്സരിച്ചത്. തിരൂരങ്ങാടി CPIയും. കൊണ്ടോട്ടിയും ഏറനാടും ഒഴികെ മറ്റ് 4ഇടങ്ങളിലും സ്വതന്ത്ര പരീക്ഷണം ഗുണം ചെയ്തെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പെരിന്തൽമണ്ണ തോറ്റത് 38 വോട്ടിന് മാത്രമാണ്. വണ്ടൂരും മലപ്പുറത്തും മങ്കടയിലും വേങ്ങരയിലും പൊന്നാനിയിലും തിരൂരിലും ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിച്ചപ്പോൾ വിജയിച്ചത് പൊന്നാനി മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ കൂടുതലിടങ്ങളിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുന്നത്. പരമ്പരാഗതമായി മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും വിരോധമുള്ളവരുടെ വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിച്ചാൽ സമാഹരിക്കാനാകില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര പരീക്ഷണത്തെ കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നത്. എന്നാൽ പാർട്ടിക്ക് കുറെ കൂടി അടിത്തറയുണ്ടെന്ന് അവകാശപ്പെടുന്ന പെരിന്തൽമണ്ണയിലും മങ്കടയിലും ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും പ്രാദേശികമായി ഉയർന്നു വരുന്നുണ്ട്. വി ശശികുമാറും TK റഷീദ് അലിയും അങ്ങാടിപ്പുറം മേൽപ്പാലം പോലെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രതിഷേധ പ്രക്ഷോഭ രംഗത്തുണ്ട്. ഇവർ സ്ഥാനാർത്ഥികളായാൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കേണ്ടി വരും. മങ്കടയേക്കാൾ പെരിന്തൽമണ്ണയിലാണ് സ്വതന്ത്ര പരീക്ഷണത്തിന് സാധ്യതയേറെ. KP മുഹമ്മദ് മുസ്തഫയെപ്പോലെ ലീഗ് അടിത്തറയുള്ള നേതാക്കളെ പെരിന്തൽമണ്ണ പാർട്ടി വീണ്ടും പരീക്ഷിച്ചേക്കും. ഇനി മത്സരിക്കാനില്ലെന്ന് KT ജലീൽ പ്രഖ്യാപിച്ചതോടെ തവനൂരിൽ ജലീലിന് പകരം ആരെന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. തവനൂരിൽ പാർട്ടി ചിഹ്നത്തിൽ വിജയിക്കുക എളുപ്പമല്ലെന്ന് LDFന് നന്നായി അറിയാം. പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ KT ജലീൽ വീണ്ടും മത്സരിച്ചേക്കും. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറണമെന്ന ആഗ്രഹം V അബ്ദുറഹ്മാൻ കഴിഞ്ഞ തവണ തന്നെ പങ്കുവച്ചതാണ്. എന്നാൽ തിരൂരിൽ നിന്ന് മാറി സ്വതന്ത്ര ചിഹ്നത്തിൽ താനൂരിൽ മത്സരിക്കാൻ ഗഫൂർ P ലില്ലീസ് തയ്യാറാകുമോ എന്നതാണ് അടുത്ത കാര്യം. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് കൈപൊള്ളിയതോടെ അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയാകും ഇടതുപക്ഷം മത്സരിക്കുക. CPM ഒട്ടും പ്രതീക്ഷ വയ്ക്കാത്ത ഏറനാടും കൊണ്ടോട്ടിയിലും സ്വതന്ത്ര പരീക്ഷണം തുടരും.
സംവരണ മണ്ഡലമായ വണ്ടൂരിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ ലീഗിന്റെ ഉറച്ച കോട്ടകളായ മലപ്പുറത്തും വേങ്ങരയിലും എന്താകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. NCPക്ക് വിട്ടു നൽകിയ കോട്ടയ്ക്കലും ഇത്തവണ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. ചുരുക്കത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന പൊതു അഭിപ്രായത്തോട് CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടാകും മലപ്പുറത്ത് നിർണായകമാവുക. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം ജില്ലാ രൂപീകരണ കാലം മുതൽ തുടങ്ങുന്നതാണ് CPMന്റെ സ്വതന്ത്ര പരീക്ഷണം. 1970 പൊന്നാനിയിൽ ഹൈദ്രോസ് ഹാജിയിൽ തുടങ്ങിയ സ്വതന്ത്ര പരീക്ഷണം ഇന്ന് KT ജലീലിലും V അബ്ദുറഹ്മാനിലും വന്നെത്തി നിൽക്കുകയാണ്. മഞ്ഞളാംകുഴി അലിയും PV അൻവറിലും തിരിച്ചടി ഉണ്ടായെങ്കിലും മലപ്പുറത്ത് വിജയിക്കുവാൻ സ്വതന്ത്ര പരീക്ഷണം തന്നെ വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗത്തിനുള്ളത്. 1970 മുതൽ മലപ്പുറത്ത് സ്വതന്ത്രനെ മുൻനിർത്തി പരീക്ഷണം തുടങ്ങിയതാണ് CPM. 70 പൊന്നാനി ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഹൈദ്രോസ് ഹാജി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി VP ചെറുകോയ തങ്ങളെ 4122 വോട്ടിന് തോൽപ്പിച്ചു. ഹൈദ്രോസ് ഹാജിയിലൂടെ തുടങ്ങിയ സ്വതന്ത്ര തന്ത്രം TK ഹംസയിലൂടെയും KT ജലീലിലൂടെയും V അബ്ദുറഹ്മാനിലൂടെയും CPMന് നേട്ടം കൊണ്ടുവന്നു. 2 തവണ മഞ്ഞളാംകുഴി അലിയും PV അൻവറും സ്വതന്ത്ര പരീക്ഷണത്തിന് ജയം നൽകി. 1982 ആര്യടൻ മുഹമ്മദിനെ നിലമ്പൂരിൽ TK ഹംസ തോൽപ്പിച്ചതും സ്വതന്ത്രനായി മത്സരിച്ചാണ്. 1996 മങ്കടയിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇടതു സ്വതന്ത്രനായി വന്ന മഞ്ഞളാംകുഴി അലി 2001 KP മജീദിനെ തോൽപ്പിച്ചു. 2006 മങ്കടയിൽ മഞ്ഞളാംകുഴി അലി ജയം തുടർന്നപ്പോൾ കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ച് KT ജലീലിലൂടെ സ്വതന്ത്ര പരീക്ഷണം ചരിത്രം തീർത്തു. അലി പിന്നീട് മുസ്ലിം ലീഗിലെത്തിയെങ്കിലും ജലീൽ പിന്നീടും ഇടതു സ്വതന്ത്രനായി ജയം തുടർന്നു. കുറ്റിപ്പുറത്തിന് പകരം രൂപീകൃതമായ തവനൂരിൽ 2011 16 21 ജലീൽ വിജയിച്ചു. 2016 താനൂരിലും നിലമ്പൂരിലും ഇടത് സ്വതന്ത്ര പരീക്ഷണം വിജയം കണ്ടു. 2021 പെരിന്തൽമണ്ണ വിജയത്തിന് തൊട്ടടുത്തെത്തുകയും ചെയ്തു. എന്നാൽ PV അൻവറിന്റെ കാലുമാറ്റത്തിലൂടെ സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ പ്രസക്തി തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച M സ്വരാജ് 11,000-ലധികം വോട്ടിന് തോറ്റതോടെ സ്വതന്ത്ര പരീക്ഷണം കൊണ്ട് മാത്രമേ ജില്ലയിൽ ഇടതുപക്ഷത്തിന് ജയിച്ചു കയറാൻ പറ്റൂ എന്ന വാദം ഉയർത്തുന്നവരുടെ ശബ്ദത്തിന് പിന്തുണയേറി. നിലമ്പൂരിലെ തോൽവിയുടെ ആഴം കൂട്ടിയത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് കാരണമാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം വരാനിരിക്കെ പൊന്നാനി ഒഴികെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചാൽ മതിയെന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. കാരണം മറ്റൊരു മണ്ഡലത്തിലും ലീഗ് വിരുദ്ധ വോട്ടുകൾ നേടാതെ ജയിക്കാനാകില്ല എന്നത് തന്നെ. എന്നാൽ കഴിഞ്ഞ തവണ ചെറിയ തോൽവി നേരിട്ട പെരിന്തൽമണ്ണയിലും മങ്കടയിലും 2026 പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് പ്രാദേശികമായി ഉയരുന്ന അഭിപ്രായം. മുൻപ് പെരിന്തൽമണ്ണയിൽ വിജയിച്ച V ശശികുമാറും മങ്കടയിൽ നേരിയ മാർജിനിൽ തോറ്റ TK റഷീദ് അലി അടക്കമുള്ളവർ അങ്ങാടിപ്പുറം മേൽപ്പാലം പോലെ 2 മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. UDFിലെ അതൃപ്തരെ കൂടെ ചേർക്കാൻ ചുറ്റുകയറിവാൾ നക്ഷത്രം കൊണ്ട് കഴിയില്ലെന്ന വിലയിരുത്തലിനെ പാർട്ടി ചിഹ്നമെന്ന വൈകാരികത കൊണ്ട് മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചർച്ച. കോണിക്കെതിരെ മലപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം തിളങ്ങുമോ അതോ സൈക്കിളും കപ്പും സോസറും ഫാനുമൊക്കെ ഫലം കാണുമോ? കണ്ടു തന്നെ അറിയാം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ചാരപ്രവൃത്തിക്ക് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചതിൽ ഇടപെട്ടത് ഡൽഹിയിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകനെന്ന് സന്ദീപ് വാര്യർ. V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കണം. മുരളീധരന്റെ ഭാര്യ ഭാഗമായ NGOയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ KSR സർവകലാശാല ആസ്ഥാനത്ത് എത്തി. ഓഫീസിലേക്ക് എത്തിയാൽ അനിൽകുമാറിനെ തടയുമെന്ന് സുരക്ഷാ ജീവനക്കാർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിഷേധ സമരങ്ങളും അധികാര വടംവലിയും തുടർച്ചയായതോടെ സർവകലാശാല പ്രവർത്തനം സ്തംഭിച്ചു. SFIയുടെ രാജ്ഭവൻ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. സർവകലാശാല ക്യാമ്പസിൽ കയറരുതെന്നായിരുന്നു സിസ തോമസ് അനിൽകുമാറിന് നൽകിയ നിർദ്ദേശം. ക്യാമ്പസിലെത്തിയാൽ തടയാൻ മോഹൻ കുന്നുമ്മൽ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരെതിർപ്പും ഉണ്ടാകാതെ പതിവ് പോലെ രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും ഓഫീസിലെത്തി. ഓഫീസിൽ പ്രവേശിക്കാൻ തന്നെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഓഫീസിൽ പ്രവേശിക്കുന്ന നിയമത്തിന്റെ വഴിക്ക് VC പറയുന്ന നിയമവിരുദ്ധമായാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെയാണ് സാർ? അതെ, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. VC എത്തിയാൽ തടയുമെന്ന് SFIയും AISF മുന്നറിയിപ്പ് നൽകിയിരുന്നു.
സർവകലാശാലയിലേക്ക് VC വന്നില്ല. എന്നാൽ പ്രതിഷേധവുമായി AISF എത്തി. ക്യാമ്പസിന് പുറത്തായിരുന്നു DYFIയുടെ പ്രതിഷേധം. പിന്നാലെ AIYF എത്തി. KSU പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധിച്ചു. SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ ഇന്നും ശക്തമായ പ്രതിഷേധമിരമ്പി. ഗവർണർക്കും VCക്കും പുറമെ പ്രതിപക്ഷ നേതാവിനെതിരെയും രൂക്ഷ വിമർശനമായിരുന്നു SFI നടത്തിയത്. ഇന്നത്തെ SFI സമരം SFIയുടെ സംസ്ഥാന കമ്മിറ്റി പ്രിയപ്പെട്ട കേരളത്തിലെ ഗവർണർ RSSകാരനായ അർലേക്കർക്ക് ഒപ്പം RSSന്റെ പ്രിയ ചെങ്ങാതി മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ച് ഉത്തരവിറക്കിയെങ്കിലും കസേര വിട്ടുകൊടുക്കാൻ അനിൽകുമാർ തയ്യാറായിട്ടില്ല. തുടർച്ചയായ ദിവസങ്ങളിലെ പ്രതിഷേധത്തിലും കസേര തർക്കത്തിലും സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുടങ്ങുകയാണ്. News 18 തിരുവനന്തപുരം. അധികാര തർക്കത്തിനിടെ ഓൺലൈനായി ഫയലുകൾ പരിശോധിച്ച് രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനിൽ എന്ന നിലപാടിൽ VC ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഫയലുകളടക്കം പരിശോധിച്ചത്. വിവരങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഫയൽ നീക്കം ഉൾപ്പെടെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതായത് രജിസ്റ്റർക്ക് പരിശോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ രജിസ്ട്രാർ ഫയലുകളടക്കം പരിശോധിച്ചു, അതായത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പ്രവേശിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്നു ഇപ്പോൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, സർവകലാശാല ക്യാമ്പസിൽ പോലും KS അനിൽകുമാറിനെ കയറ്റിയതെന്നാണ് VCയുടെ ഉത്തരവ്. അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന VC പറയുമ്പോൾ അദ്ദേഹത്തെ ക്യാമ്പസിൽ പോലും കയറ്റാൻ കഴിയില്ല എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഇന്ന് വീണ്ടും സർവകലാശാല ആസ്ഥാനത്തിന്റെ ഓഫീസിലെത്തിയത്. ഇപ്പോൾ നേരത്തെ രാവിലെ തന്നെ മിനി കാപ്പനെ രജിസ്ട്രാറിന്റെ ചുമതല നൽകിക്കൊണ്ട് ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് അദ്ദേഹം അനിൽകുമാർ ഓഫീസിലെത്തി. ഇന്ന് വൈകിട്ടോടു കൂടി അദ്ദേഹം ഫയൽ പരിശോധനയും ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഫയൽ നീക്കം ഓൺലൈൻ ഫയൽ പരിശോധിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആക്സസ് കട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് തിരിച്ചു പിടിച്ചു എന്നാണ് ഇപ്പോൾ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയുള്ള ഓൺലൈൻ സിസ്റ്റത്തിലൂടെ അനിൽകുമാർ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് അധികാര തർക്കം ഫയൽ നീക്കത്തിലടക്കം വലിയ പ്രതിസന്ധി സർവകലാശാല ഉണ്ടാക്കിയിരുന്നു. VCയുടെ നിലപാടനുസരിച്ച് VC പറയുന്നതനുസരിച്ച് ഇപ്പോൾ മിനി കാപ്പനാണ് സർവകലാശാലയിലെ രജിസ്ട്രാർ. എന്നാൽ ഇടതു സിൻഡിക്കേറ്റ് അത് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ച പ്രകാരം അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അതുകൊണ്ട് അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ. അദ്ദേഹം തന്റെ ഔദ്യോഗിക ചുമതല നിർവഹിക്കും. അത് തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. അത് വ്യക്തമാക്കിയാണ് ഇപ്പോൾ അനിൽകുമാർ ഫയൽ നീക്കവും ആരംഭിച്ചിരിക്കുന്നത്. അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ പ്രതികരണം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അത് കീം സംബന്ധിച്ച ഹൈക്കോടതി വിധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ പ്രതികരണമാണ്. അവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കീമിൽ ഹൈക്കോടതിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ R. ബിന്ദുവിന്റെ പ്രതികരണം. ഹൈക്കോടതിക്ക് ശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടോ, അതെയോ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? ചോദ്യത്തിന് മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്ന അപ്പീലും കോടതി പരിഗണിച്ച്
പ്രോസ്പെക്ടസ് അമെൻമെന്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ്. സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണോ, അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം, നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. ഇപ്പൊ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോ നമുക്ക് AICTE ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും AICTE ആ ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. നീട്ടുമെന്നുള്ളത് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ലഭ്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അപ്പൊ അതിനു മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വർഷം ഇപ്പോ പ്രോസ്പെക്ടസ് അമെന്റ് ചെയ്യുന്നതിന് മുൻപുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പ്രോസ്പെക്ടസിൽ ഗവൺമെന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ അത് ഈ അംഗീകരിക്കുന്നത് പറഞ്ഞത് പൂർണ്ണ മനസ്സാലല്ല, സമയപരിമിതി എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെന്റ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പൊ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പൊ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, തൽക്കാലം അത് ഒഴിവാക്കും, പക്ഷെ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പൊ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമല്ലേ ആലോചിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പൊ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ?
ലിസ്റ്റിൽ പഠിച്ച കുട്ടികൾക്കടക്കം കിട്ടിയിട്ടുണ്ട്. മാറ്റം ഉണ്ടാകാൻ സാധ്യത, കാരണം 300 മാർക്ക് നേടിയ അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം. അവരുടെ വിഷമം കൂടി അഡ്രസ് ചെയ്ത് പോകേണ്ടത്. അവരുടെ വിഷമം അഡ്രസ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പൊ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പൊ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. യെസ്, കീം വിഷയത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ ഇനി മേൽക്കോടതിയിലേക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നു. അതായത് സുപ്രീം കോടതിയെ സമീപിക്കാനില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. അങ്ങനെയെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് അത് ഉടൻ പ്രസിദ്ധീകരിക്കും. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അരുൺ, 2 വഴികളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് പഴയ ചട്ടങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക്. പക്ഷേ ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകളിൽ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ഇനി സുപ്രീം കോടതിയിൽ പ്രതീക്ഷ പുലർത്തിയിട്ട് കാര്യമില്ല. അതാണല്ലോ സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇന്ന് തന്നെ ആ പട്ടിക, പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നല്ലേ സർക്കാർ ഉറപ്പിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ പരീക്ഷണങ്ങൾക്കും കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും സർക്കാരില്ല. സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ്. കുട്ടികളുടെ ഭാവിയെ കരുതി, കുട്ടികളുടെ നല്ലത് കരുതി കൂടുതൽ പേർക്ക് അവസരം കിട്ടാൻ വേണ്ടിയാണ് അത്തരമൊരു മാറ്റം സർക്കാർ കൊണ്ടുവന്നത്. പക്ഷെ അത് കോടതി ചോദ്യം ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചും അത് തള്ളിക്കളയുമ്പോൾ ഒരു വഴി സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഒന്നുകിൽ അത് അപ്പീൽ, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാം, അല്ലെങ്കിൽ പിന്നീട് മറ്റ് നിയമനിർമ്മാണങ്ങളിലൂടെ ഇത് മറികടക്കാൻ ശ്രമിക്കാം. പക്ഷെ അതിനൊക്കെ വലിയ കാലതാമസം ഉണ്ടാകും. ഓരോ ദിവസം വൈകുന്തോറും കുട്ടികളുടെ ഭാവി അത് ബാധിക്കും. ഓൾ ഇന്ത്യ കൌൺസിൽ ഈ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി അടുത്ത മാസം 14 അവസാനിക്കും. അതിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ കുട്ടികളുടെ ഭാവി അത് ബാധിക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ ഭാവി വെച്ച് ഇനിയും പന്താടാൻ സർക്കാർ തയ്യാറല്ല. അവരുടെ ഭാവിയെ കരുതി തന്നെ ഒരു തീരുമാനത്തിൽ സർക്കാർ പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ പിന്നോട്ട് പോവുകയും നേരത്തെ ഉള്ള മാതൃകയിൽ ഈ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഈ കീമിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങും. ഒരുപക്ഷെ നേരത്തെ 1ാം റാങ്കിൽ കിട്ടിയിരുന്ന ആളുകളൊക്കെ വീണ്ടും പട്ടികയിൽ താഴെ പോയേക്കാം, താഴെയുള്ള ആളുകൾ മുകളിലേക്കും വന്നേക്കാം. കേരള സിലബസിലുള്ള കുട്ടികളുടെ അവസരം വീണ്ടും ഒരു വർഷം കൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റു വഴികൾ സർക്കാരിന് മുന്നിലില്ല. ഈ ചുരുങ്ങിയ സമയക്രമത്തിനുള്ളിൽ കൂടുതൽ പരീക്ഷകൾക്ക് നിൽക്കാൻ സർക്കാർ തയ്യാറുള്ളത് വലിയ വിമർശനത്തിനിടയാക്കുമെന്നൊരു ആശങ്ക കൂടി സർക്കാരിനുണ്ട്. ഏതായാലും അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത്. അടുത്ത വർഷം സ്വാഭാവികമായും ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം, നേരത്തെ തീരുമാനമനുസരിച്ച് പുതിയ രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേക്കും. പ്രോസ്പെക്ടസ് ഉൾപ്പെടെ ആദ്യം തന്നെ അത് ഉൾപ്പെടുത്തി ചെയ്യാനാകും സർക്കാർ ആലോചിക്കുക. ഏതായാലും ഈ ഒരു നീക്കത്തിൽ സർക്കാർ പിന്മാറുകയാണ്. കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി കണക്കിലെടുത്ത് കൂടുതൽ തിരിച്ചടി ഉണ്ടാവുകയും അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന പ്രശ്നമായി മാറാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു പിന്മാറ്റം നടത്തുന്നതെന്ന് നിയമ പോരാട്ടത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. സുപ്രീം കോടതിയിലേക്കില്ല. 2011 മുതൽ തുടരുന്ന ചട്ടപ്രകാരം ഉള്ള റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും.